1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലാണ് ഈ കേസിലെ കുറ്റകൃത്യം ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അന്വേഷണ കാലം ഒപ്പം തന്നെ വിചാരണക്കാലവും ഏറെ ശ്രദ്ധേയമാണ്. പ്രതികളിൽ ഒരാളായ നടൻ ദിലീപും അതുപോലെ പ്രോസിക്യൂഷനും അതിജീവിതയും ഒക്കെ പലതവണ മേൽക്കോടതികളിൽ നൽകിയ ഉപഹർജികൾ, അപ്പീലുകൾ, അതൊക്കെ വിചാരണ നീണ്ടുപോകാൻ കൂടി കാരണമായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മാസങ്ങളോളം അതിന്റെ വിചാരണ നിർത്തിവെച്ചുകൊണ്ടാണ് പിന്നീട് തുടരന്വേഷണം നടക്കുന്നത്. 21 സാക്ഷികൾ, വളരെ പ്രധാനപ്പെട്ട 833 രേഖകൾ, ഇതൊക്കെ കോടതിക്ക് മുമ്പിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. ഫോറൻസിക് റിപ്പോർട്ടുകളടക്കം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 833 രേഖകളും സൂക്ഷ്മമായി പരിശോധിച്ചാണ് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊഴികളിൽ വ്യക്തത വരുത്താനുള്ള തുടർവാദങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും വേണ്ടി കോടതി കാത്തുനിൽക്കുന്നത് നമ്മൾ കണ്ടു. അന്വേഷണ സംഘത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് മേൽക്കോടതിയിലേക്ക് ദിലീപ് പോകുന്നത് കണ്ടു. ബലാത്സംഗത്തിന് കൊട്ടേഷൻ എന്നുള്ള കേസ് അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നതും വലിയ ഇമ്പാക്റ്റുകൾ അത് ഉണ്ടാക്കുന്നതും ദേശീയ തലത്തിൽ അതിൻ്റെ ത്തിലടക്കം അത് ചർച്ചയാവുന്നതും എന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ്. നിതിൻ അംബുജൻ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ദിലീപിന്റെ വീടിന് മുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ അംബുജൻ, ഇത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ദിനമാണിന്ന്. ദിലീപിന് ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്ക് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, കൊട്ടേഷൻ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ പ്രകടിപ്പിക്കുന്ന ഘട്ടം ദിലീപിന് വളരെ നിർണായകമാണ് ഇന്നത്തെ ദിവസം. നിതിൻ അംബുജൻ. റിജിത്ത്, ഗുഡ് മോർണിംഗ്. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ദിലീപിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിനമാണ് ഇന്നത്തേത്. ഞാനിപ്പോൾ നിൽക്കുന്ന ദിലീപിന്റെ ആലുവയിലെ വീട്ടിലാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും ദിലീപിന്റെ പേര് എന്നൊക്കെ ഉയർന്നു അന്നൊക്കെ ഈ വീടും ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. നമുക്കറിയാം, ദിലീപ് പല ദിവസങ്ങളിലായിട്ട് ഇവിടെ നിന്നാണ് ചോദ്യം ചെയ്യലിനായി ആലുവ പോലീസ് ക്ലബിലേക്ക് പോയത്. 2017 ജൂൺ അവസാനമാണ് ദിലീപ് ഈ ഒരു ചിത്രത്തിൽ തന്നെ വരുന്നത്. അതിന് മുമ്പാക്കി തന്നെ ദിലീപിന്റെ പേര് പല ഘട്ടങ്ങളിലും ആരോപണം എന്ന നിലയിൽ ഉയർന്നെങ്കിലും അതിനെല്ലാം തന്നെ ദിലീപ് അതിനെതിരെ പിന്നീട് പോലീസ് സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ജൂൺ അവസാനത്തോടു തന്നെ ദിലീപ് ഈ ചോദ്യമുനയിലേക്ക് എത്തുന്നു. അതിനുശേഷം ജൂലൈയോടുകൂടി തന്നെ ദിലീപിനെ രണ്ടാമതും ചോദ്യം ചെയ്യുന്നു. മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷം പിന്നീട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ഏതാണ്ട് മാസങ്ങളോളം, ഏതാണ്ട് 85 ദിവസത്തോളം ദിലീപ് ജയിലിലേക്ക് പോകുന്നു. അങ്ങനെയായിരുന്നു ദിലീപിന്റെ ഒരു ജയിൽവാസ കാലം ഉണ്ടായത്. പക്ഷേ ഇതിനിടയിൽ 2017 സെപ്റ്റംബറിൽ ദിലീപിന്റെ അച്ഛന്റെ ശ്രാദ്ധത്തിൽ പങ്കെടുക്കാൻ ദിലീപ് ഇവിടെ വന്നിരുന്നു. അന്നത്തെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ നമുക്കെല്ലാം ഓർമ്മയുണ്ടാകും. അങ്ങനെ ഈ വീടും ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമായിരുന്നു ദിലീപ് കേസിനെ സംബന്ധിച്ചിടത്തോളം. നിലവിലിപ്പോൾ ദിലീപ് ഈ വീട്ടിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിയോട് തന്നെ ഡബ്ബിംഗ് എല്ലാം തന്നെ പൂർത്തിയാക്കി ദിലീപ് ഇവിടെ എത്തിയെന്നാണ് ദിലീപിന്റെ സുഹൃത്തുക്കൾ നമുക്ക് ലഭ്യമായ വിവരം. അതിനുശേഷം ദിലീപ് ഇവിടെ ഏതാണ്ട് 9 മണിയോട് തന്നെ കോടതിയിലേക്ക് പോകുമെന്ന വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും 11 മണിയോട് തന്നെ കോടതി വിധി പ്രസ്താവന കേൾക്കാൻ ദിലീപ് ഇവിടെ നിന്ന് നേരെ പോകും. ഒരുപക്ഷെ ആദ്യം അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക് പോവുക, അതിനുശേഷമാകും പിന്നീട് ദിലീപ് കോടതിയിലേക്ക് പോവുകയെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ദിലീപിനെ സംബന്ധിച്ചാണെങ്കിൽ ഏറെ നിർണായകമായ ഒരു ദിനമാണ്. കാരണം കേരളത്തെ പിടിച്ചുകുലുക്കിയ കേസ് ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്ന് തന്നെ വിലയിരുത്താം. അങ്ങനെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ എന്ന ഒരു കേസ്, അതിൽ ദിലീപ് പ്രതിയാകുന്നു. മാത്രമല്ല, ജനപ്രിയ നായകനായ ദിലീപ് ഒരു ഘട്ടത്തിൽ വില്ലനായി തന്നെ നമ്മുടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ദിലീപിന്റെ ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. കാരണം 7 വർഷത്തോളം ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിട്ടു, പ്രതിപട്ടികയിലേക്ക് വരുന്നു, അങ്ങനെ വിചാരണ നേരിട്ടിപ്പോൾ ഏറ്റവും ഒടുവിലായി അതിന്റെ വിധി എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിലാണ് കേരളമുള്ളത്. എന്തായാലും ആ വിധി കേൾക്കാൻ അല്പസമയത്തിന് ഒരുപക്ഷെ 9 മണിയോട് തന്നെ ദിലീപ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2022 ഈ കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ഒരു വെളിപ്പെടുത്തൽ ബാലചന്ദ്രകുമാറിന്റെ ഭാഗത്തും ഉണ്ടാകുന്നു. ആ വെളിപ്പെടുത്തലിലും ഈ വീട് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. കാരണം ആലുവയിലെ ദിലീപിന്റെ വീട്ടിലെത്തിയായിരുന്നു പിന്നീട് ഈ ബാലചന്ദ്രകുമാറും ദിലീപും തമ്മിൽ ഇവിടെ പൾസർ സുനിയുടെ മൊഴിയും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും ഒക്കെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം കുരുക്കിലാക്കുന്നതാണ്. ബലാത്സംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ എന്നടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിൽ 1-ാം പ്രതി പൾസർ സുനിയാണ്, 8-ാം പ്രതിയാണ് നടൻ ദിലീപ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.